ഇല്ല മനസ്സ, ഞാനിത് വിശ്വസിക്കില്ല. നിനക്കൊരിക്കലും അങ്ങനെയൊന്നും ചിന്തിക്കാൻ കഴിയില്ല. ഒരു പ്രത്യേക സാഹചര്യത്തില് എനിക്കങ്ങനെ ചിന്തിക്കേണ്ടി വന്നു. അതുകൊണ്ട് ഇനി ഒരിക്കലും എനിക്ക് പഴയ മനസ്സാവാൻ കഴിയില്ല. മനസ്സ, എന്നോട് ഒരിക്കലും നീ ഇങ്ങനെ ഒന്നും പെരുമാറരുത്. നീ എന്നെ ഒഴിവാക്കുന്നത് നമ്മുടെ കുഞ്ഞിനെ അനാഥാക്കുന്നതിന് തുല്യമാണ്. സുനില, ഞാൻ എത്ര വട്ടം പറഞ്ഞു ഇത് നമ്മുടെ കുഞ്ഞല്ലെന്ന്. ഇത് സൂര്യയുടെയും ഭാവനയുടെയും കുഞ്ഞാ. ഒന്ന് വിശ്വസിക്ക്. ഞാൻ കളങ്കപ്പെട്ടവളാണ്, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ അതിന്റെ പേരിൽ എന്നിൽ അധികാരം സ്ഥാപിക്കാനൊന്നും ഇനി ആരും വരരുത്. അതുകൊണ്ട് അങ്കിളുടെ ആന്റിയുടെ അടുത്തേക്ക് പോകുന്നതാണ് നല്ലത്. ഇല്ല മനസ്സ, ജീവിച്ചാലും മരിച്ചാലും അത് നിന്നോടൊപ്പം തന്നെ ആയിരിക്കും. നിന്നെ മറന്നുകൊണ്ട് ഞാൻ ഇനി എവിടെയും പോകുന്നില്ല. ദേ, ഇതിനൊരു തീരുമാനമാവുന്നത് വരെ ഈ വീടിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഞാൻ ഉണ്ടാവും. അത് വീടിന് പുറത്തായാലും എനിക്ക് സന്തോഷമുള്ളൂ. തന്നെ ഞാൻ അങ്ങനെ ആർക്കും വിട്ടുകൊടുക്കില്ല മാനസ. മോള് തന്നെ പറ. ജയൻ നമ്മളോടൊരു വാക്ക് പോലും പറയാതെ ഈ വീട് മാനസിക ഇഷ്ടദാനമായിട്ട് കൊടുത്തത് ശരിയാണോ? എന്നോട് ആന്റി പറയേണ്ട കാര്യമൊന്നും ഇല്ല ആന്റി. പക്ഷേ അങ്കിളിനോടും സൂര്യയോടും പറയണമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, സംഭവിച്ചു പോയി. എന്റെ അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ഞാനങ്ങ് ചെയ്തതാ. ഇനിയിപ്പോ സംഭവിച്ചു പോയില്ലേ, അതങ്ങനെ അങ്ങ് വിട്ടേക്കങ്കിൾ. മാനസിക എന്തായാലും ഈ വീട് കൊടുക്കാന്ന് നമ്മൾ പറഞ്ഞതല്ലേ. അതേ മോളെ, അതുകൊണ്ട് തന്നെയാ ഞാൻ ഇത്രയും ധൈര്യമായിട്ട് അതങ്ങ് ചെയ്തത്. ഇതിലും വലിയ പ്രശ്നം ആന്റി, ആ സുനിൽ ഈ വീട്ടിൽ നിന്ന് പോവില്ല എന്നും പറഞ്ഞു നിൽക്കുന്നത്. അത് നമ്മൾ നിസ്സാരമായിട്ട് കാണണ്ട. ആര് പറഞ്ഞിട്ടാ സുനിൽ ഇവിടെ വന്നേന്ന് എനിക്കും അറിയണോ ആന്റി. അതറിഞ്ഞാലേ ചില കള്ളക്കളികൾ പുറത്തു കൊണ്ടുവരാൻ പറ്റൂ.